ഞാൻ പറയാം ബാക്കി ആർക്കൊന്നും കുഴപ്പമില്ലാത്തെന്ന്. ഇവിടെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവളുമാർക്കൊന്നും പറ്റത്തില്ല. അതിന് സപ്പോർട്ട് നിന്നിട്ട് അവരുടെ നിൽക്കുന്നവരല്ല. നിന്റെ വീട്ടിലോട്ട് പോലും കേട്ടത്തോളമാരാ. ലക്ഷ്മി എന്ന കണ്ടസ്റ്റന്റിനെ എല്ലാവർക്കും അറിയാലോ, വൈൽഡ് കാർഡായിട്ട് വന്നതാണ് ബിഗ് ബോസ് ഹൗസിലേക്ക്. പക്ഷേ ലക്ഷ്മി ഇന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്റെ ദൈവമേ, അത് വളരെ ബാഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നവരെ ബിഗ് ബോസ് അപ്പം തന്നെ സ്പോട്ട് എവിക്റ്റ് ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഹൗസിനുള്ളിൽ ഈ ലക്ഷ്മിയെ പോലെ തന്നെ എല്ലാ ക്വാളിറ്റിയോടുകൂടി വന്നിട്ടുള്ളവരാണ് ആ രണ്ട് പെൺകുട്ടികളും. അപ്പം അവരെ കുറ്റപ്പെടുത്തുന്നതിനും അപ്പുറം ഇവളുമാരി ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ലക്ഷ്മി അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നതിന് കൃത്യമായ വിശദീകരണം ലക്ഷ്മി പറഞ്ഞേ പറ്റുള്ളൂ. ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത് ആദിലിനെയും നൂറയെയും കുറിച്ചാണ്. അവര് സമൂഹത്തിൽ ജീവിക്കാൻ അവരെ കൊണ്ട് പറ്റത്തില്ല, അവരെ ആരും വീട്ടിൽ കയറ്റത്തില്ല, ഇങ്ങനെയുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത്രയും കാലം ഈ പറയുന്ന ആദിലയും നൂറയും സമൂഹത്തിൽ തന്നെയാണ് ജീവിച്ചിരിക്കുന്നത്. അപ്പം അവര് ഈ ഒരു വലിയ, അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഷോയായി ബിഗ് ബോസിൽ ആദിലയും നൂറയും പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ലക്ഷ്മിയുടെ അതേപോലെ തന്നെ എല്ലാ ക്വാളിറ്റിയും അവർക്കും ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഷോയിൽ അവർക്കും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലല്ലോ. ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ പലതരത്തിലുള്ള ഫ്രസ്ട്രേഷനുമായിട്ട് വന്നതാണെന്ന് തോന്നുന്നു. കാരണം ബിഗ് ബോസിലേക്കുള്ള എൻട്രിയിൽ തന്നെ അവരുടെ മുഖത്തൊരു ചിരിയോ മറ്റുള്ളവരെ കാണുമ്പോൾ ഉള്ളൊരു ബഹുമാനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു അഹംഭാവം മാത്രമാണ് ആ ഒരു മുഖത്ത് കാണാൻ പറ്റിയിട്ടുള്ളൂ. അത് ബിഗ് ബോസിൽ കയറി അന്ന് മുതൽ ഇന്ന് വരെ ആ ഒരു രീതി തന്നെയാണ് തുടർന്നു പോകുന്നതും. ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇവർ പറഞ്ഞ സ്ഥിതിക്ക് ബിഗ് ബോസ് ഇത് നോട്ട് ചെയ്യുകയും അതേപോലെ തന്നെ ഇവർക്ക് ശിക്ഷ എന്ന രീതിയിൽ മഞ്ഞക്കാർഡും റെഡ് കാർഡും അതേപോലെ നോമിനേഷൻ ഇടുകയും അങ്ങനെയൊന്നും ചെയ്യാതെ ഇവർ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് ഡയറക്റ്റ് എവിക്ഷൻ തന്നെ വേണം. ഇതിൽ കൂടുതൽ അവർക്കൊരു മറുപടി ഇല്ല. കാരണം ആ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടുള്ള ആൾക്കാർ പല കമ്മ്യൂണിറ്റിയും പ്രതിനിധീകരിച്ച് വന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇങ്ങനെ പറയാനുള്ള യാതൊരു അർഹതയില്ല. ഇപ്പൊ അക്ബർ പറയുന്ന ചീത്ത വാക്കുകളൊക്കെ പലവട്ടം പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഇന്ന് അക്ബറിനെയും കടത്തി വെട്ടി ലക്ഷ്മി എന്ന് പറയുന്ന ഒരാള് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഇത് കണ്ടില്ല എന്ന് നടിക്കരുത്. ഇനി ലാലേട്ടൻ വരുന്നതോടെ വരെ ഇതിങ്ങനെ വെയിറ്റ് ചെയ്ത് ലാലേട്ടന്റെ അടുത്ത് നിന്ന് ഇവരെ രണ്ട് ചീത്ത കേൾപ്പിച്ച അങ്ങനെ ആവശ്യമൊന്നുമില്ല. കാരണം ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ സ്ഥിതിക്ക് ഇവരെ ഡയറക്റ്റ് എവിക്റ്റ് തന്നെ ചെയ്യണം. ഈ ഒരു എപ്പിസോഡ് കണ്ടവർക്കറിയാം, അക്ബറും ജിഷിനും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് കണ്ടിരുന്നവർ ഉറങ്ങിപ്പോയേനെ. അപ്പം ഈ ഒരു ടാസ്ക് കുറച്ചൊരു എന്റർടൈൻമെന്റ് ആക്കിയത് ഇവര് രണ്ടുപേരും കൂടിയാണ്, അക്ബറും ജിഷിനും കൂടിയിട്ടാണ്. ഈ ഒരു വഴക്ക് നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ലക്ഷ്മി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ ഒന്ന് അവിടെയുള്ളവരാരും ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ അവർക്ക് ആർക്കും കാര്യം മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഇതിപ്പോ ആരെയാ പറയുന്നത് എന്ന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ആരും മിണ്ടിയില്ല. പ്രത്യേകിച്ച് ആദിലയും മിണ്ടിയിട്ടില്ല, നൂറയും മിണ്ടിയിട്ടില്ല. ആദിലയുടെയൊക്കെ ഒരു ക്യാരക്ടർ അനുസരിച്ചിട്ട് അവർക്കെതിരെ എന്ത് പറഞ്ഞാലും അതേ നാണയത്തിൽ തിരിച്ച് മറുപടി കൊടുക്കുന്ന വ്യക്തികളാണ് ആദിലയും നൂറയും. അവരും മിണ്ടിയിട്ടില്ല. ഈ ഹൗസിലെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം വലിയ ഇഷ്യൂകളാക്കി പൊക്കിക്കൊണ്ടുവന്നിട്ട് വലിയ രീതിയിൽ വഴക്കടിക്കുന്നവരാരും ഇത് കേട്ടിട്ട് മിണ്ടിയുമില്ല. ആ ഹൗസിലെ ആരും ഇത് ചോദ്യം ചെയ്തില്ല. അതുമാണ് എനിക്ക് തോന്നുന്നു അവിടെ ആർക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടായിരിക്കും അവർ ചോദ്യം ചെയ്യാത്തത്. പക്ഷെ എന്താണെങ്കിലും ബിഗ് ബോസിന് ഈ ഒരു കാര്യം മനസ്സിലായി കാണുമല്ലോ. ഇതാണ് പറയുന്നത്, വിദ്യാഭ്യാസം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, കുറച്ചൊക്കെ ഹ്യൂമാനിറ്റി വേണം. അത് ലക്ഷ്മിയുടെ 7 അയലത്ത് എത്തിയിട്ടില്ല. പിന്നെ ആരെയും ഉപദ്രവിക്കാതെ സ്വന്തം ജീവിതം നോക്കി അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കുന്ന 2 പേരാണ് ആദിലയും നൂറയും. ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള അനുമതി നൽകിയതും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ്. അപ്പം ഉറപ്പായിട്ടും ആ വിധിയെ തന്നെ ലക്ഷ്മി അപമാനിച്ചിരിക്കുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ലക്ഷ്മിക്കെതിരെ ബിഗ് ബോസ് ഒരു നടപടി എടുക്കണം.